അടുത്തത് ഈ പാരൻറ്റിങ് ബിഹേവിയറാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഒരു വർക്ക് അല്ല ഇവരെ ഫീഡിങ് ടൈമൊക്കെ മാറ്റി വെക്കുന്നത്, എങ്ങനെയാണ് ബേബീസിനെ കെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ മെയിലല്ല നോക്കുന്നത്, എൻ്റെ അടുത്ത ഫീമെയിൽ വരും. അപ്പോൾ മെയിൽ പോവും, മെയിൽ ഇങ്ങനെ പോയിട്ട് അതിന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കും. അപ്പോൾ അത്രയും നേരം എന്ത് ചെയ്യും, ഫീമെയിലാണ് ഈ ഒരു ബേബീസിനൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണുകളൊക്കെ ഇങ്ങനെ നല്ല ഇലകളൊക്കെ നീക്കി കൊടുക്കുക. അതൊക്കെയാണ് ഈ ഫീമെയിൽസ് അപ്പോൾ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ മെയിൽ ഇതേ ഇവിടെ ഉണ്ട്, ഫുഡൊക്കെ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കും. അധികം നേരമൊന്നുമില്ല, കുറച്ച് നേരം ഇങ്ങനെ നോക്കി ചെയ്യുക. ഈ രീതിയിൽ ഇട്ടിട്ട് ഇനിയിപ്പോൾ അടുത്ത മെയിൽ ഫീമെയിലിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഫീമെയിൽ ഇതേമാതിരി കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് പോകും. മനസ്സിലാട്ടോ, ഉണ്ടോ, ഫീമെയിൽ പോയി. ഇപ്പോൾ മെയിലാണ് ബേബീസിനൊക്കെ നോക്കുന്നത്. ഫീമെയിൽ ആ നേരം കൊണ്ട് അതിന് വേണ്ട ഫുഡൊക്കെ തപ്പിയെടുക്കുക. ഉണ്ടോ, ഇതേപോലെ കൊത്തി എടുക്കും. എന്തായാലും അടിപൊളിയല്ലേ. ഇപ്പോൾ മെയിലാണ് നോക്കുന്നത്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കപ്പിൾസാന്ന് തോന്നുന്നു. ഉണ്ടോ, ടൈഗർ ഷ്രിമ്പിൻ്റെ വയ്യെ പോകാൻ ഓടിയതാണത്, ഷ്രിമ്പിനെ കൊത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇവരെ ബ്രീഡിങ് ബിഹേവിയറിലെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗം. സോ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഗൈസ്.